പുതിയ ഒരർത്ഥം കൊടുത്ത് സ്വീകരിക്കുക, ആ രീതിയാണ് നാരായണ ഗുരു പോലെയുള്ള ഗുരുവിനെ പോലെയുള്ള മഹാഗുരുക്കന്മാർ ചെയ്തിട്ടുള്ളത്. ഭഗവത്ഗീതയിൽ ഇതിനെപ്പറ്റി പറയുന്നത് യാവാനർത്ഥ ഉദപാനെ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു പൊട്ടക്കുളമുണ്ട്, അല്ലെങ്കിൽ കിണറുണ്ട്. അതിൽ നിന്നും ആളുകൾ വെള്ളം കോരി ഉപയോഗിക്കും. എന്നാൽ പെട്ടെന്ന് ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. ഈ കുളത്തിനെയും കിണറിനെയും എല്ലാം മൂടി ആ പ്രദേശം മുഴുവൻ, ആ രാജ്യം മുഴുവൻ വെള്ളം കൊണ്ട് മൂടി. ഇനി ആളുകൾ എവിടെ പോകും വെള്ളം കോരാൻ? ആ കിണറിലോ കുളത്തിലോ പോവോ? ഇല്ല. എവിടെയുമുണ്ട് അതേ വെള്ളം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കുളത്തിൻ്റെ പ്രയോജനമോ ഇപ്പോൾ അതിന് പ്രയോജനമോ കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ അതിനെ തള്ളിക്കളഞ്ഞു. ഇല്ല, അത് വെള്ളത്തിനടിയിൽ അവിടെ തന്നെ ഉണ്ട്. അതുപോലെ ജ്ഞാനത്തിൻ്റേതായ വെള്ളപ്പൊക്കം വന്നാൽ കർമ്മത്തിൻ്റേതായ കുളങ്ങൾ അത് അടിയിൽപ്പെട്ടു പോകും എന്നുള്ള കാഴ്ചപ്പാട് ഇതിനെ ആണ് നടരാജഗുരു ഡയലക്റ്റിക്കൽ റീവാലുവേഷൻ എന്ന് വിളിക്കുന്നത്. യോഗാത്മകമായ ഒരു മൂല്യ നവീകരണം എന്ന് മലയാളത്തിൽ പറയാം.